ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൺ വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നേന്ത്രപ്പഴം റവ മൈദയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് കേട്ടോ. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാൻ നോക്കാമല്ലോ. അപ്പോൾ 2 നേന്ത്രപ്പഴം എടുത്തിട്ട് അതിൻ്റെ നടു മുറിച്ച് ഒരു തൊലി കളഞ്ഞ് നടു മുറിച്ചിട്ട് നമുക്ക് ചെറുതാക്കി പീസുകളാക്കി അരിയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞാൽ വേഗം നമുക്ക് വാടി കിട്ടി. അതിനെ ചെറുതാക്കി അരിയുന്നു കേട്ടോ. അപ്പോൾ 2 പഴം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞ് കഴിഞ്ഞു. അതിന് ശേഷം നമ്മളൊരു പാൻ ചൂടായിട്ടുണ്ട്. ആ പാനിലേക്ക് ആദ്യം നമ്മൾ റവ വറക്കാനിടാം കേട്ടോ. ഒരു 250 ml കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഒപ്പം ഒരു കപ്പ് തന്നെ നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുത്തു. ഇനി അത് രണ്ടും കൂടി നന്നായി റോസ്റ്റാക്കി വറുത്തെടുക്കുക കേട്ടോ. ഒരു ചുവപ്പ് കളർ വരുവോളം നമ്മൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 5-6 ഏലക്കായ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി മിക്സാക്കി ഇളക്കിയിട്ട് നമുക്ക് നന്നായി ഒരു ചെറിയ ചുവപ്പ് വരെയുള്ള ഇളക്കിയതിന് ശേഷം ഒരു 1/2 കപ്പ് മൈദയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അതിലേക്ക്. അപ്പോൾ ഒരു ചെറിയ ചുവപ്പ് വരുമ്പോഴാണ് മൈദ ചേർക്കാവൂ കേട്ടോ. കണ്ടോ, വറവ് ഏതാണ്ട് ആയതിന് ശേഷം മൈദ വേഗം ചൂടാവില്ല, കളർ മാറും കേട്ടോ. കാരണം റവ ഒരുവിധം കളർ വന്നതിന് ശേഷമാണ് നമ്മൾ മൈദ ചേർക്കാവൂ. അപ്പോൾ അതൊക്കെ ഇറക്കി വെച്ചു. അതിന് ശേഷം നമ്മളൊരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ട് ആ പാൻ ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ്സിലധികം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ വെള്ളത്തിലേക്ക് ഒരു 3 അച്ച് ശർക്കര പൊടിച്ചത് ചേർത്ത് എടുത്തിട്ട് ഒരു കപ്പ് ശർക്കരയോളം ഉണ്ട്. അതൊന്ന് ഉരുക്കി കിട്ടട്ടെ വേഗം. അപ്പോൾ പൊടിച്ചതായി കാരണം വേഗം ഉരുക്കി കിട്ടും കേട്ടോ. അതിനാണ് ഞാൻ പൊടിച്ചത് ശർക്കര. ഇപ്പോൾ ഇത് ഉരുക്കി വന്നിട്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ച 2 പഴമില്ലേ, ആ പഴം ചേർത്തു. ആ പഴം ശർക്കര നീരിൽ കിടന്ന് വെവ്വട്ടെ കേട്ടോ. ഒന്ന് ശർക്കര നീര് തിളച്ച് കുറുകി ഒന്ന് വെറുതെ പഴം വെന്ത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി ഇപ്പം ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി. വെന്തിട്ടുണ്ട് പഴം. അപ്പം ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലേ റവയും മൈദയൊക്കെ നാളികേരം കൂടിയിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ശർക്കര നീരിൽ പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടി കുറേശ്ശായിട്ട് ഇട്ടിട്ട് എല്ലാം മുഴുവൻ ഇട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ പഴം വെന്ത കാരണം ഇനി നന്നായി ആ ചട്ടം കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി മിക്സാക്കി ഇളക്കി ഉടച്ചെടുക്കുക കേട്ടോ. നമുക്കത് കൈ കൊണ്ട് ചൂടായി കാരണം പരത്താൻ പറ്റില്ല. അപ്പോൾ കയ്യിലുകൊണ്ട് തന്നെ നന്നായി ഉടച്ച് ചേർത്ത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇറക്കി വയ്ക്കാറായിട്ട്. അപ്പോൾ അതിൽ മുന്നേ നമ്മൾ ഒരു ടീസ്പൂണോളം നെയ്യ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ നെയ്യ് ചേർത്തിട്ട് ആകെ ഒന്ന് മിക്സാക്കി ഇളക്കിയിട്ട് നമുക്ക് ഇറക്കി വയ്ക്കാം. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് അത് കൊട്ടി കൊടുക്കുക കേട്ടോ. ഒന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇളക്കി അതിലേക്ക് കൂട്ടിയതിന് ശേഷം ഒന്ന് പരത്തി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ചൂടാറുന്നതിന് മുന്നേ പഴം അല്ലെങ്കിൽ ചൂടാറ് ചിലപ്പോൾ ഉടയില്ല, ബാക്കി ഉടയാളത്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് അത് ഇങ്ങനെ കുത്തി ഉടച്ചു കൊടുത്താൽ നന്നായി ഉടഞ്ഞ് കിട്ടും കേട്ടോ. ചൂടോട് കൂടി ചെയ്താൽ അത് നന്നായി മിക്സായി കിട്ടും കണ്ടോ. പഴം അപ്പോൾ നന്നായി ഉടഞ്ഞ് പോരുന്നുണ്ട. ചൂടാറി ചിലപ്പോൾ കട്ട പോലെ അങ്ങനെ ഇരിക്കുകയെ. അപ്പോൾ ഒരുവിധം ചൂടാറി ഗ്ലാസ് കൊണ്ട് ഉടച്ചതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും കൈ കൊണ്ട് ഉടയ്ക്കാട്ടെന്നല്ല. അപ്പോഴും ചൂടുണ്ട് കുറേശ്ശെ, എന്നാലും കൈ കൊണ്ടൊന്ന് നന്നായി ചേർത്ത് കുഴച്ച് കൊടുത്താൽ എല്ലാവിടെയും ഒരുപോലെ മിക്സായി കിട്ടും. പഴം റവ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് കുഴച്ചതിട്ടാ കണ്ട. അടിയിലൊക്കെ നല്ല ചൂടാണ്. എന്താ വെച്ചാൽ ശർക്കര നീരിൽ കിടന്ന് വരണ്ട പോലെ കാരണേ നല്ല കട്ടിയുണ്ട്. കൈ മൊട്ടി പിടിക്കുക, നല്ല വരണ്ട പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിയിലത്തൊക്കെ ഒന്ന് മിക്സാക്കി ഇളക്കി നന്നായി യോജിപ്പിച്ച് ഉരുട്ടി ചൂടാറി കഴിയോളം ഒരു ലേശം നേരം അങ്ങനെ ഇളക്കി കുഴച്ച് കൊടുക്കുക കേട്ടോ. 2 ഭാഗത്തുനിന്നും നന്നായി അമർത്തി നെക്ക്. പഴമൊക്കെ കണ്ട ഒരുവിധം മൈദ റവോട് കൂടി യോജിച്ചു. ഇപ്പോൾ പഴത്തിൻ്റെ പീസുകളായിട്ട് അങ്ങനെ കാണാനില്ല കണ്ട. നന്നായി കുഴച്ചപ്പോൾ ഒക്കെ യോജിച്ച് കിട്ടിയിട്ട് കേട്ടോ. ഇനി അതിൽ നിന്ന് നമുക്ക് ഓരോ ഉരുളകളാക്കി ഉരുട്ടി കയ്യിലെടുക്കുക. എന്നിട്ട് നമുക്ക് ഏതാകൃതിയിലാണ് വേണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലേക്ക് പിടിച്ചിടാം കേട്ടോ. അത് ഇങ്ങനെ ഞാൻ അപ്പം ഇങ്ങനെ പരത്തിയിട്ട് റൗണ്ട് തന്നെ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. കണ്ട അതുപോലെ കയ്യിൽ വെച്ചിട്ട് ഒരു ഉരുളയാക്കിയിട്ട് ഉരുട്ടിയിട്ട് റൗണ്ട് തന്നെ ആക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ അവരവർക്ക് ചെയ്യാം. ഞാൻ ഇപ്പോൾ അതുപോലെ ചെയ്തു. അതുപോലെ രണ്ടാമത്തെ ഉരുളയും ഇങ്ങനെ എടുത്തു. ഇതുപോലെ തന്നെ കയ്യിൽ വെച്ചിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായി കുഴച്ച് ഉരുട്ടിയതിൻ്റെ ശേഷം കയ്യിൽ വെച്ച് അമർത്തിയിട്ട് സ്ക്വയർ പോലെ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. ത്രികോണാകൃതിയിൽ റൗണ്ട് തന്നെ എടുക്കുക കണ്ട. റൗണ്ട് തന്നെ ആക്കിയിട്ട് എടുത്തു. ഇതുപോലെ എല്ലാ മാവും ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. കണ്ട അതുപോലെ റൗണ്ടിനാക്കിയിട്ട് എല്ലാതും ഞാൻ അങ്ങനെ റൗണ്ടിനാക്കി കുഴക്കണം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായി പരത്തി കട്ടി കുറച്ച് നന്നായി മൊരിഞ്ഞ് കിട്ടും നമുക്ക്. ആണ് ഞാൻ അങ്ങനെ പരത്തിയത് കണ്ട. അപ്പോൾ എല്ലാതും പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണ ഒരു പാനിൽ വെച്ചിട്ടുണ്ട് ചൂടാവാൻ. ആ എണ്ണ ഒരു വിധം ചൂടായിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്തിരി
കനം അകലം വിട്ട് ഇട്ടാൽ മതിട്ടാ. ഞാൻ ആദ്യം ഇട്ടത് വല്ലാണ്ട് അടുത്തായി കണ്ട. അത് മറയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാവും കേട്ടോ. ഇനി വേഗം കഴിയാൻ വേണ്ടിയിട്ട് ചെറിയ പാനായി കാരണം അധികം എണ്ണ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു 5 ഇട്ടു. 4 ശരിക്കും ഇടാനുള്ള പാകതേ ഉള്ളൂ. അപ്പോൾ 5 ഇട്ടു അതിൽ. എന്തായാലും വേണ്ടില്ല, ഞാൻ ട്രിപ്പൊന്ന് മുരിഞ്ഞ് കിട്ടട്ടെ. അപ്പോൾ നന്നായി ഫ്ലെയിം അധികം കൂട്ടി വെക്കേണ്ട കേട്ടോ. അധികം ഫ്ലെയിം കൂട്ടി വെച്ചാൽ അടിഭാഗം ഒന്ന് കരിഞ്ഞ പോലെ ആയിട്ട് ഉള്ളിൽ നന്നായി വേവില്ല കേട്ടോ. അപ്പോൾ മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു മീഡിയത്തിൽ വെച്ചിട്ട് നന്നായി മൊരിച്ചെടുക്കട്ടോ. ഇങ്ങനെ കടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അപ്പോൾ ഈ പലഹാരത്തിന് കേട്ടോ. ശർക്കരയൊക്കെ കൂടില്ലേ, ശർക്കര എല്ലാം നല്ല ഹെൽത്തിയായ സാധനങ്ങളൊന്നും ദോഷമുള്ള സാധനങ്ങളില്ല. അപ്പോൾ ആർക്കും കഴിക്കാം. മധുരത്തിൻ്റെ അസുഖമില്ലാത്തവർക്കൊക്കെ, മധുരം കഴിക്കാൻ പറ്റുന്നവർക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഷുഗറുള്ളവർക്കൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവും കഴിക്കാൻ മധുരമുള്ള കാരണേ. എന്നാലും പഞ്ചസാരയുടെ മധുരമല്ലോ, ശർക്കരയുടെ മധുരം പിന്നെയും നമുക്ക് വല്ലതും കഴിക്കാം. കാരണം ഞാൻ ശർക്കര ചേർത്തത്. ഇപ്പോൾ ഇതേ അടിഭാഗം ഒരുവിധം ആയിട്ടാ. എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടിയിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാട്ടോ. അതുപോലെ അപ്പോൾ ഇതുപോലെ എല്ലാതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. നന്നായി മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. കടിച്ചിട്ടുമ്പോഴേ നല്ല അങ്ങനെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാതും എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടാണ്. ഇതുപോലെ എല്ലാ അപ്പവും ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അദ്ദേഹം എല്ലാ അപ്പം ഇപ്പോൾ ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് നോക്കി എന്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നല്ലതിൽ കണ്ട. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തട്ടോ. പുതുതായി എല്ലാവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവർക്കും ബായ്.